kpsc മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഞാൻ പറയുന്നത് സ്പീഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 1 സെക്കൻഡ് വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ഉത്തരം കണ്ടെത്തുക, എന്നിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ശരി, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. തിക്തകം എന്ന പദത്തിനർത്ഥം എന്താണ്? തിക്തകം. ഓപ്ഷൻ എ വേപ്പ്, ബി കൈപ്പുള്ള മരുന്ന്, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. കിട്ടിയോ? എളുപ്പല്ലേ? അതെ, അത് തന്നെ. ഓപ്ഷൻ സി രണ്ടും ശരിയാണ്. വേപ്പ്, കൈപ്പുള്ള മരുന്ന് എന്നൊക്കെ അർത്ഥം വരും തിക്തകത്തിന് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നൈരന്തര്യം എന്ന പദത്തിനർത്ഥം എന്താണ്? ഓപ്ഷൻ എ ഇടവിടാതെ ഉണ്ടായിക്കൊണ്ടിരിക്കൽ, ബി തുടർച്ച, സി എല്ലാം ശരി, ഡി എല്ലാം തെറ്റ്. ഏതാണ് അർത്ഥം? കിട്ടിയോ? എളുപ്പല്ലേ? അത് തന്നെ. ഓപ്ഷൻ സി രണ്ടും ശരിയാണ് അല്ലേ? രണ്ടും ഒരേ അർത്ഥം തന്നെയല്ലേ കുറിക്കുന്നത്? അപ്പൊ നിങ്ങക്ക് ഉത്തരം കണ്ടെത്താനും എളുപ്പമായിരിക്കുമല്ലോ അല്ലേ? നൈരന്തര്യം എന്ന് പറഞ്ഞാൽ എന്താണപ്പോ? ഇടവിടാതെ ഉണ്ടായിക്കൊണ്ടിരിക്കൽ, തുടർച്ച എന്നൊക്കെയാണ് അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പാറയളുക്കുകൾ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ പാറയുടെ അളവുകൾ, ബി പാറയിടുക്കുകൾ, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. ഏതാണ് വരുന്ന പദം? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ ബി പാറയിടുക്കുകളാണ് പാറയളുക്കുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പിടുങ്ങുക എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ ബുദ്ധിയില്ലാത്തവർ, ബി ബലമായി കൈക്കലാക്കുക, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. ഏതാണ് വരുന്ന പദം? കിട്ടിയോ? അത് തന്നെ. ഓപ്ഷൻ ബി ബലമായി കൈക്കലാക്കുക എന്നതാണ് പിടുങ്ങുക എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പോള എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ കുമിള, ബി നീർക്കുമിള, സി എല്ലാം ശരി, ഡി എല്ലാം തെറ്റ്. ഏതാണ് വരുന്ന പദം? കിട്ടിയോ? അത് തന്നെ. ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. പോളനെ എന്താ പറയാ? കുമിള, നീർക്കുമിള എന്നൊക്കെയാണ് അർത്ഥമുള്ളത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അദ്വൈതം എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ ഒന്ന് എന്ന അവസ്ഥ, ബി രണ്ടല്ലാത്ത, സി ഏകമായ, ഡി എല്ലാം ശരി. ഏതാണ് വരുന്ന പദം? കിട്ടിയോ? അത് തന്നെ. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഏകമായ, രണ്ടല്ലാത്ത, ഒന്നെന്ന അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അദ്വൈതം എന്നാണ് അർത്ഥം. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കടിഞ്ഞാൺ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ നിയന്ത്രിക്കുന്ന കയർ, ബി നിയന്ത്രണം, സി രശ്മി, ഡി എല്ലാം ശരി. ഏതാണ് വരുന്ന പദം? കിട്ടിയോ? അത് തന്നെ. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. രശ്മി എന്ന് പറഞ്ഞാലും നിയന്ത്രണം എന്ന് പറഞ്ഞാലും നിയന്ത്രിക്കുന്ന കയർ എന്ന് പറഞ്ഞാലും എന്താണ്? കടിഞ്ഞാൺ എന്നാണ് അർത്ഥം. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓരുക എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ മിഥ്യ, ബി മായ, സി ഓർക്കുക, ഡി ഉച്ചത്തിൽ കരയുക. ഏതാണ് വരുന്ന പദം? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ സി ഓർക്കുകയാണ് ശരിയായ പദം കേട്ടോ. ഉച്ചത്തിൽ കരയുകയൊന്നുമല്ല. ഓരുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഓർക്കുക എന്നാണ് അർത്ഥം. മിഥ്യയുടെ അർത്ഥമാണ് മായ എന്നുള്ളത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സുസ്മേരുവദനൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ പുഞ്ചിരി തൂകുന്ന മുഖത്തോട് കൂടിയവൻ, ബി ഭോഷൻ, സി ബുദ്ധിയില്ലാത്തവൻ, ഡി എല്ലാം ശരി. ഏതാണ് വരുന്ന പദം? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ എ പുഞ്ചിരി തൂകുന്ന മുഖത്തോട് കൂടിയവൻ എന്നാണ് അർത്ഥം. ഭോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയില്ലാത്തവൻ എന്നാണ് കേട്ടോ അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശമിക്കുക എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ സന്തതം, ബി എപ്പോഴും, സി ഭേദമാവുക, ഡി കാലത്തേക്ക്. ഏതാണ് വരുന്ന പദം? കിട്ടിയോ? അത് തന്നെ. ഓപ്ഷൻ സി ഭേദമാവുകയാണ് ശരിയായ പദം. സന്തതം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ന് തന്നെയാണ് അർത്ഥം. കാലത്തേക്ക് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കാളയെ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം തേവുന്ന ഉപകരണമാണ്. പണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അപേക്ഷിക്കുക എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ അർത്ഥിക്കുക, ബി ഉരുണിയൻ മാവ്, സി ന്യായം, ഡി സ്നേഹ വായ്പ. ഏതാണ് വരുന്ന പദം? കിട്ടിയോ? അത് തന്നെ. ഓപ്ഷൻ എ അർത്ഥിക്കുകയാണ് ശരിയായ പദം. ഉരുണിയൻ മാവ് എന്ന് പറഞ്ഞാൽ ഒരു തരം മാവാണ്. ന്യായം എന്ന് പറഞ്ഞാൽ ന്യായം എന്നാണ് അർത്ഥം. സ്നേഹ വായ്പ എന്ന് പറഞ്ഞാൽ സ്നേഹ കൂടുതൽ എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സത്യം എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ ഉണ്മ, ബി ഋതം, സി തഥ്യം, ഡി ദ്വൈതം. ഏതാണ് വരാത്ത പദം? എളുപ്പല്ലേ?
അത് തന്നെ ഓപ്ഷൻ ഡി ദ്വൈതമാണ് തെറ്റായ പദം. ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടെന്ന അവസ്ഥയാണ്. നമ്മൾ നേരത്തെ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? അദ്വൈതം എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താണ് അതിന്റെ അർത്ഥം? ഒന്നെന്ന അവസ്ഥ അല്ലെ? ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സത്യം തന്നെയാണ് വരാത്ത പദം ഏതാണ്? ഇനി കുറച്ച് സത്യങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓപ്ഷൻ എ നേര്, ബി വട്ടളം, സി പരമാർത്ഥം, ഡി തന്മ. ഏതാണ് വരാത്ത പദം? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ ബി വട്ടളമാണ് തെറ്റായ പദം. വട്ടളം എന്ന് പറഞ്ഞാൽ വലിയ പാത്രം എന്നാണ് അർത്ഥം. നേര്, പരമാർത്ഥം, തന്മ എന്ന് പറഞ്ഞാൽ സത്യം എന്ന് തന്നെയാണ് അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സത്യം തന്നെയാണ് വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ സമ്യക്, ബി മഹാളി, സി പൊരുൾ, ഡി ഭൂതം. ഏതാണ് വരാത്ത പദം? കിട്ടിയോ? അത് തന്നെ ഓപ്ഷൻ ബി മാഹാളിയാണ് തെറ്റായ പദം. മാഹാളി എന്ന് പറഞ്ഞാൽ എന്താണ്? കൗങ്ങിനെ ബാധിക്കുന്ന ഒരു രോഗത്തിനെയാണ് പറയുന്നത് അല്ലെ? പൊരുൾ എന്ന് പറഞ്ഞാൽ സത്യം എന്ന അർത്ഥം കൂടാതെ അർത്ഥം എന്നും ഭാവം എന്നും അർത്ഥമുണ്ട്. ഭൂതത്തിനും അതേപോലെ തന്നെ എന്താണ്? സത്യം എന്ന അർത്ഥം കൂടാതെ കഴിഞ്ഞത് എന്നൊരർത്ഥം കൂടെ ഉണ്ട്. നമ്മൾ പറയില്ലേ ഭൂതകാലം, കഴിഞ്ഞ കാലം അല്ലേ? ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. രോഗശയ്യ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ ദീനശയ്യ, ബി ദണ്ണളക്കം, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. ഏതാണ് വരുന്ന പദം? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ എ ദീനശയ്യയാണ് വരുന്ന പദം ട്ടോ. ദണ്ണളക്കം എന്ന് പറഞ്ഞാൽ അപസ്മാരത്തിനെയാണ് ആ പേരിൽ വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ 15 പദങ്ങൾ. എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പഠിക്കാത്തവരൊക്കെ പഠിക്കുക കേട്ടോ. കൃത്യമായ റിവിഷൻ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ദിവസവും ഞാൻ പറയുന്നുണ്ട്, വീഡിയോയുടെ അവസാനം വരെ കാണുക. എങ്കിലേ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിനെ കുറിച്ചും ഈ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ അറിയുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. ഈ വീഡിയോ ഒരു 2-3 ആവർത്തി കണ്ടാൽ തന്നെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും. അതുപോലെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തരംതിരിച്ച് പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിന്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ കണ്ടു പഠിക്കുക. ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും നിർബന്ധമായിട്ടും റിവിഷനും ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ എല്ലാ ക്ലാസ്സുകളുടെയും ചോദ്യങ്ങൾ മാത്രമായിട്ടുള്ള PDF അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുമുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്യുക. പിന്നെ എല്ലാ തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് ക്ലാസ് ഉണ്ടാവുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.